വെറുപ്പിക്കൽ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ രണ്ട് ടീമിനെ ഓർമ്മ സീസൺ ഭയങ്കരമായിട്ട് മോശമാണ്. പൈതലേ മറ്റുള്ളവരെ കാര്യത്തിന് വേണ്ടി തല്ലുണ്ടാക്കിയിട്ട് ഇറങ്ങി പോയൊരു ചെങ്ങായി അത്. അപ്പൊ ഗൈസ്, ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തോന്നി ബിഗ് ബോസിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാന്ന്. ഞാൻ ആദ്യമായിട്ട് ഈ ബിഗ് ബോസ് എന്നുള്ള സംഗതി കാണുന്നത് ഇവളുടെ നിർബന്ധപ്രകാരം കഴിഞ്ഞ സീസണാണ്. നമ്മുടെ അഖിൽമാരാറും നമ്മുടെ ജുനൈസ്, റിനോഷ്, ഷിജു അങ്ങനെയൊക്കെയുള്ള ടീമിന്റെ ഇതായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അത് തുടക്കത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അഖിൽമാരാർ വെറുപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. ഇങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ നമുക്ക് തോന്നി ഇതാണ് ഒരു അടിപൊളി സീസൺ തോന്നി. പിന്നെ റിനോഷിന്റെ കോമഡി, ജുനൈസിന്റെ ഓരോ ഇത് അങ്ങനെ വരുമ്പോൾ ആ രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് എന്താ പറയാ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കുറെ ആൾക്കാര്. കാരണം ഒരു എങ്ങനെ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറാന്ന് പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ലവ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറണോ, അതോ ഇനി തല്ലുണ്ടാക്കിയിട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറണോ, അങ്ങനെയൊക്കെ കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. എനിക്ക് ഈ പ്രാവശ്യത്തെ സീസൺ ഭയങ്കരമായിട്ട് മോശമായിട്ടോ തോന്നിയത്. കാരണം നമുക്ക് ഒരു രസം പിടിക്കാൻ ഒരു സംഭവം ഇല്ല. ഉണ്ടായിരുന്നു ആ റോക്കി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. സത്യം പറ, എനിക്ക് റോക്കിനെ പേഴ്സണലി സ്വഭാവം കേട്ടൊന്നും നമുക്ക് പറ്റൂല. പക്ഷെ നല്ല ഗെയിം ഇങ്ങനെ കൊണ്ടുപോണ ഇതുണ്ടല്ലോ, ആളവിടെ നിൽക്കുമ്പോ എല്ലാ കാര്യത്തിലും ഇടപെടും. അതെ, മുഖത്തടിച്ച പോലെ പറയും. അത് മൂപ്പയ്ക്ക് ആ ചെങ്ങായി അടി ഉണ്ടാക്കിയത് അധികം അയാളുടെ വിഷയത്തിലല്ല, മറ്റുള്ളവരെ കാര്യത്തിന് വേണ്ടി തല്ലുണ്ടാക്കിയിട്ട് ഇറങ്ങി പോയൊരു ചെങ്ങായി അത്. എന്ത് കാര്യത്തിനാ എന്നിട്ട് ബാക്കിയുള്ളവർ കണ്ടില്ലേ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇവള് ആരുടെ ഫാനാണ്? എനിക്ക് വന്ന് കയറിയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ വന്നപ്പോഴത്തേനും ഫസ്റ്റ് ഡോറ് തുറന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, രസമായിരുന്നു. അത് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഡോറ് തുറന്നപ്പോ കുറെ പെണ്ണുങ്ങൾ അപ്പുറത്ത് ഇരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാരും കൂടി ഇവന്റെ അടുത്തേക്ക് വന്നപ്പോ ഒരൊറ്റ തിരിഞ്ഞിട്ട് അങ്ങോട്ട് നടന്നല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച ആറ്റിറ്റ്യൂഡ്. ആ ഒരു സീൻ കണ്ടപ്പോ തന്നെ ഓള് അർജുൻ ഫാനായി. പിന്നെ ആളിനെ കാണാൻ അത്യാവശ്യം പിന്നെ നൈസ് ലുക്കിംഗ് അങ്ങനെയൊക്കെയാണ്. കോഴി അപ്പൊ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റുകൾ പറയുകയാണെങ്കിൽ പിന്നെ ജിൻഡോ ആദ്യം ഭയങ്കര ഒരു നല്ലൊരു മണ്ടെന്ന് പറയാം. ഒരാളെ വ്യക്തിനെ മണ്ടെന്ന് പറയാൻ പറ്റുമോ? മണ്ടനൊന്നല്ല. അപ്പൊ അവരെല്ലാരും കൂടെ അവാർഡ് കൊടുത്തിട്ട് അയാള് മണ്ടനാവും. അത് അയാളുടെ ചിലപ്പോ ഗെയിം പ്ലാൻ ആവും. കാണിച്ചോണ്ട് ഇരുന്നത് ഫസ്റ്റ് ഒരു മണ്ടനെ പോലൊക്കെ എന്തൊക്കെയോ പറയെടുക്കൊക്കെ അന്ന കാര്യം അറിയാതെ എന്തൊക്കെയോ പറയുമായിരുന്നു. അത് അയാളുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. അതിപ്പോ നമുക്ക് ഒരിക്കലും നമുക്കത് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലല്ല, ജിൻഡോ ഫാൻ ഒന്നല്ല. നമ്മള് ഇക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞ റോക്കി ആയിരുന്നു. റോക്കി പോയപ്പോ ഒരു കാണാൻ പിന്നെ രസമില്ലാതെ, പിന്നെ തല്ലും വെക്കാനൊക്കെ കാണാനുള്ള വെറുപ്പിക്കലൊക്കെ ഉണ്ടല്ലോ. അയ്യോ, വെറുപ്പിക്കൽ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ രണ്ട് ടീമിനെ ഓർമ്മ, ജാസ്മിനും ഗബ്രി. അയ്യോ എന്റെ പൊന്നാര ചെങ്ങായിമാര് എന്താ പറ്റൂടെ അവിടെ കാട്ടണം. എനിക്കൊരു പിടുത്തല്ല കേട്ടോ. സത്യം വരാണെങ്കിൽ രണ്ടുപേരും നല്ല കിടിലം പ്ലെയേഴ്സാണ്, അടിപൊളി കളിക്കാരാണ്. പക്ഷെ ഇവരെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് വെറുക്കണ കാര്യം എന്താ അറിയോ? ഇവര് തുടക്കത്തില് വന്നപ്പോ തന്നെ ആ ലവ് സ്റ്റാർ ആ ഒരു പരിപാടിയാണ്. ലവ് എന്നല്ലാന്ന് അവരിങ്ങനെ നേരിട്ട് പറയും. പിന്നെ രാത്രി കിടക്കാൻ ഭാഗത്ത് കെട്ടിപ്പിടിച്ചിട്ടും സംസാരിക്കുന്നത് ഓരോ ഇതിലിങ്ങനെ ഓരോ പറയുന്നത് കേൾക്കുമ്പോ പിന്നെ നമുക്ക് കാണുന്ന ആൾക്കാരെന്താ പൊട്ടന്മാരൊന്നുമല്ല, അവർക്ക് മനസ്സിലാവില്ല ഇത് ലവ് ആണെന്നുള്ളത്. അപ്പൊ അത് അവിടെയാണ് അവർക്ക് തെറ്റിപ്പോയി. ഇവര് രണ്ടുപേരും ഇപ്പൊ റസ്മിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ റസ്മി നല്ല അടിപൊളി പ്ലെയർ. കാരണം എന്താ വെച്ചാൽ അവള് എല്ലാവരും ഉണ്ട്. അർജുനെ പോലെ തന്നെ എല്ലാവരെയും ഇറങ്ങി ചെല്ലും ചെയ്യും, എല്ലാവരായിട്ട് തല്ലും വെക്കാനും ഉണ്ടാക്കും. ജെനുവിനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് റസ്മിക്ക്. അവളെ നല്ല ഇഷ്ടമാണ്. അതേപോലെ നിന്ന് സംസാരിക്കുന്ന. ഇപ്പൊ ഗബ്രിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ കയറി വന്ന് ഇടപെടുക, ജാസ്മിന് പ്രശ്നം വന്ന ഗബ്രി ഇടപെടുക. ഇവര് രണ്ടുപേർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവരെന്നെ ഇടപെടുക. ഇവര് പോയിട്ട് ഇടപെടുന്നുണ്ട്, ഇല്ല എന്നല്ല, അത് ഇവർക്ക് ഇതാക്കാൻ വേണ്ടിട്ട് അവിടെ ആ ഒരു സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാസ്മിനെ ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ കണ്ടിട്ട്. സത്യം പറയാമല്ലോ, എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവറ്റുള്ള രണ്ടിനും നമുക്കൊരു ഇഷ്ടമല്ലായ്മല്ല. ഇവള് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഈ ഗബ്രീനൊക്കെ ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നെയാണ് ഇന്നലെയാണ് ഇവളിക്ക് മറ്റേ കൊച്ചിൻ ഫുഡ് അലാട്ടിന്റെ
ഇൻസ്റ്റാ പേജിലുള്ള ചെക്കനാണ് അതിന് മുന്നേ നടനാണ് എന്നല്ലോ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ പ്രണയമീനുകളുടെ കടലോ ആ സിനിമയിലാണ് ഇപ്പം വന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇത് രണ്ടുപേരും കൂടെ ഇതിൽ കേറി ഇങ്ങനെ ഈ ലവ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ കളിച്ച് ഇപ്പൊ കണ്ടില്ലേ ഇവരുടെ ഗെയിമൊക്കെ നോക്കി ഭയങ്കര ആളുകൾക്ക് തന്നെ മടുക്കണ രീതിയിലൊരു ഇതാണ് എന്റെ ഒരു പേഴ്സണൽ കേട്ടോ. ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. കാരണം എല്ലാരും പറയുന്നുണ്ട്. ഞാൻ ഒരു ഈ വോട്ടിന്റെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ വോട്ടിന്റെ ഇതോടല്ലോ അതിൽ ഈ ഗബ്രിക്കും ജാസ്മിനുള്ള വോട്ടിന് വന്ന കമന്റ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവറ്റകളോടുള്ള ആളുകളുള്ള ഒരു എങ്ങനെ കാണുന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ ആഴ്ച നോമിനേഷനിൽ ഗബ്രി ജാസ്മിൻ ആരെങ്കിലും ഒരാൾ പോരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആളുകൾ വെറുത്തുക്കണ്. കാരണം എന്താ വെച്ചാൽ ഈ ലവ് എന്നുള്ള ഒരു ട്രാക്ക് ഉണ്ടല്ലോ അത് കൊടുക്കും. കാരണം ഒരാളെ താങ്ങിയിട്ട് മറ്റൊരാൾ നിൽക്കുക എന്നുള്ളത് ആ ഒരൊറ്റ കേസിൽ ഇവറ്റുള്ള കളി മൊത്തം പോയി. അതാണ് ഏറ്റവും മര്യാദക്ക് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് മര്യാദക്ക് നിന്ന് കളിക്കാന്നുണ്ടെങ്കിൽ ഓക്കെ. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗബ്രി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ മിണ്ടാതിരിക്കും. തെറ്റ് ചെയ്തിട്ടില്ല, അല്ല അവൻ അങ്ങനല്ല ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ ന്യായീകരിക്കുക. എന്നാ പിന്നെ തെറ്റ് ചെയ്താ നീ ചെയ്തത് തെറ്റാന്ന് പറയുവാണ്. അവിടെ ഇൻഡിവിജ്വൽ ഗെയിമാന്ന് പറയാം. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഈ ജാസ്മിന്റെ ഗബ്രിന്റെ വിഷയത്തിൽ റസ്മിനെ കുറിച്ച് പറയാനുള്ളത് ആ ഒരു കാര്യമുണ്ട്. ഈ റസ്മിനും ജാസ്മിനും ഗബ്രി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണടക്കുന്ന പരിപാടി ഉണ്ട്. അത് ശരിയല്ല. ആ ഒരു കാര്യത്തിലേക്ക് ഇഷ്ടമല്ല. ബാക്കിയുള്ള കാര്യത്തിൽ അവളോ ഓക്കെ. ഇവരെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടുകെട്ടിൽ പെടുമ്പോഴാണ് ഈ ഗെയിമിന്റെ പല രീതിയും. ഫ്രണ്ട്ഷിപ്പ് ആവശ്യത്തിനുള്ള കഴിഞ്ഞ വട്ടമൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പറയായിരുന്നു അയ്യോ എന്തായിരുന്നു അഖിൽമാരും ഷിജും അഖിൽമാരും കട്ടതാണ്. അവരങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നല്ല കട്ടയ്ക്കാണെങ്കിലും വന്ന് പറയും. രണ്ടുപേരും മത്സരങ്ങളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാലും അതെ. പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് ഞങ്ങൾക്ക് അത് പറ്റിയില്ല. ഇപ്പം ഒരു ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് സപ്പോർട്ട് ചെയ്തിട്ട് ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ വരുമല്ലോ. അപ്പൊ ഗബ്രി നല്ല പാവാണ്, നല്ല പ്ലെയർ ആണ് കേട്ടോ. അവർ രണ്ടുപേരും പരസ്പരം അവരെ വേറെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇവര് പരസ്പരം ഇവരെ തന്നെ ഇതാക്കുക ജയിപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഒരു ക്യാപ്റ്റന്റെ കളിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിന്റെ ഫോട്ടോ ഗബ്രിയും കൈപ്പിടിച്ചാണ്. ഇവര് തമ്മിലുള്ള ഒരു കളി. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് ഇതാക്കിയിട്ട്? ഇവർക്ക് എന്ത് കിട്ടാനാണ്? എനിക്കിത് ഇനി ഇവളൊക്കെ ഇനി കപ്പടിച്ചാലും ആൾക്കാർക്ക് വലിയൊരു ഇതുണ്ടാവും തോന്നില്ല. കാരണം കമന്റ് ബോക്സ് തുറന്നാൽ തന്നെ കാണാം എന്തോരം കമന്റോളാ വരുന്നത് അറിയോ. ഇപ്രാവശ്യത്തിൽ ആര് കപ്പെടുക്കുക നമുക്കറിയാം. ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു സിജോ. അയ്യോ സിജോനെ പറ്റി പറഞ്ഞില്ല കേട്ടോ. സിജോ അടിപൊളി പ്ലെയർ ആയിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ പ്രൊവോക്കിങ് കുറച്ച് ഓവറായി, അതാണ് പ്രശ്നം. കാരണം അത് ഭയങ്കര കാരണം നന്നായിട്ട് നിന്ന് സംസാരിക്കാനും ഇതൊക്കെ കഴിവുള്ള ഒരു ചങ്ങായി. പക്ഷെ എന്താ വെച്ചാൽ ഈ പ്രൊവോക്കിങ് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ മൈൻഡ് എങ്ങനെ മാറും എന്നുള്ളത് അനുസരിച്ചിട്ട് പ്രൊവോക്കിങ് അവിടെ 2-3 ദിവസമായിട്ട് അവൻ അതിന്റെ ഒക്കെ ആകെ പിരിവെട്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇയാളെ കേറി പ്രൊവോക്ക് ചെയ്ത് അതിന്റെ താടിമ പിടിക്കലും വർത്താനം എന്നൊക്കെ ഇടിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിക്കുന്നുണ്ട് പറയുമ്പോ അപ്പൊ എന്ത് ചെയ്യാ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് മാറുക. അതാണ് ഒരു നല്ല പ്ലെയറിന്റെ ഗുണം. ഇപ്പൊ എന്തായി സിജോക്ക് കളിക്കാൻ പറ്റാതായില്ലേ? ഇപ്പൊ ഇനിയിപ്പോ വന്നാലും എന്താ കാര്യമുള്ളത്? ഇത്രയും നാളത്തെ ആ ഒരു ഡേയ്സ് സിജോക്ക് മിസ്സായില്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്. ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒക്കെ നഷ്ടപ്പെടുന്ന പറയുന്നത് ഇതാണ്. ആ ഗെയിം വരുമ്പോ തല്ലൂട്ടാവാ, പക്ഷെ അതിനനുസരിച്ച് നിക്കണം. ഓവറായി പോവാന്ന് കണ്ടു കഴിഞ്ഞാൽ മാറുക. അത് ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ തിരിഞ്ഞു പോടാന്നും പറഞ്ഞിട്ട് പോവായിരുന്നു. പക്ഷെ അത് പോവാതെ പിന്നെയും അവിടെ നിന്ന് വെറുപ്പിച്ച് അയാളെ കൊണ്ട് അയാളുടെ കയ്യിൽ തല്ലും വാങ്ങിച്ച് അതും പോയി. എന്ത് കാര്യത്തിനാണോ എന്തോ രണ്ടുപേർക്കും പ്രശ്നമായി. അല്ല ഇനി വേറെ സംബന്ധിച്ച് ഇത് ഈ ബിഗ് ബോസ് കാണിച്ചെന്ന പരിപാടിക്ക് ഇവിടെ വലിയൊരു അടി നടക്കാൻ പോവാണ്.
നീയല്ലടി പുല്ലേക്ക് സാധനം കാണിച്ചു തന്നിട്ട് ആളതാക്കിയത് വാങ്ങാണ്ടി തലയെത്തി ഇവിടെ ഒറ്റ ആള് കാരനാണ്. ഇപ്പൊ രാത്രി വന്നു കഴിഞ്ഞപ്പോ BB Plus ആ എപ്പിസോഡും കാണാനിരുന്ന പരിപാടി ചില സമയത്ത് ലൈവ് ഇരുന്ന് കാണുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെ ഇരുന്ന ചെങ്ങായി അറിയോ വെറുതെ അതും ഇതൊക്കെ വേണ്ടിട്ട് മാത്രം നമ്മൾ പൈസ കൊടുത്ത് കയറ്റിയിട്ടിരിക്കുന്നു. അതെ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പൊ വേറെ പിന്നെ വേറെ പ്ലേയേഴ്സ് പിന്നെ ഋഷിയും കൊള്ള ജാൻമണി പിന്നെ അങ്ങോട്ടും ഇടക്കനൊക്കെ പിന്നെ അപ്സര അടിപൊളിയാണ്, അടിപൊളി പ്ലെയർ ആണ്. പിന്നെ ജാൻമണി കൂടുതലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് അത് അവര് ഒരുമിച്ച് അവര് വെലി ഫ്രണ്ട്സ് ആണ്. ജയിക്കാൻ വേണ്ടി പോകുമ്പോ കമ്പനി കൂടുന്ന ഫ്രണ്ട്സ് ആണ് അവര്. അത് നോക്കിയിട്ട് കാര്യം അതെന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജിൻഡോ തെറ്റ് ചെയ്താലും ജാൻമണി ഒന്നും പറയരുത്. അത് അവിടുത്തെ ഒരു പ്രശ്നം. ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സംസാരിക്കണം. അല്ല ജിൻഡോന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. അയാള് അടി കൊടുത്ത് അടി വാങ്ങിക്കാണ്. ഒന്നാമത് എന്താ വെച്ചാൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആൾക്ക് മറക്കാണ് സംഭവം. പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ആള് മറന്നു പോകുന്നുണ്ട്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കണില്ല. അതാണ് മൂപ്പരുടെ ഒരു പ്രത്യേകത. ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ ആൾക്ക് ഒരു പറഞ്ഞ സമ്മതിച്ച കുഴപ്പമില്ല. തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ലാലേട്ടനെ എടുത്തുകൊണ്ട് കാണിക്കുമ്പോഴായിരിക്കും ആൾക്കാർ അറിയുന്നത്. അപ്പൊ ഗായ്സ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് ഈ പ്രാവശ്യത്തെ മലയാളം സീസൺ 6 കുറിച്ച് പറയാനുള്ളത്. ഇനി നല്ലൊരു വൈൽഡ് കാർഡ് എൻട്രിയില് നല്ലൊരു പ്ലെയർ വരിക. നല്ലൊരു പ്ലെയർ പറഞ്ഞാൽ അടിപൊളി ഒരു പ്ലെയർ വരണം. അങ്ങനെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ കളി മാറും. കാരണം കാണാൻ നല്ല ചെലവ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിറ്റ പിന്നെ അതെ ഇവിടെ ഇന്നെ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറയും. ഞാൻ ബിഗ് ബോസിൽ വന്ന് എങ്ങനെ ഉണ്ടാവും കമന്റിൽ ഒന്ന് പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. നമുക്കത് നോക്കിയൊക്കെ ഒന്ന് വിലയിരുത്താം. കാരണം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാര്യമില്ല. കാരണം കുറെ പേർക്ക് ചീത്തയും കാരണം ഈ കമന്റ് ബോക്സിൽ ചെന്നാൽ തന്നെ ബിഗ് ബോസിന് തന്തയ്ക്കും തളയ്ക്കും വരിക. കാരണം ഇപ്രാവശ്യത്തെ പോരാ എന്ത് പ്ലെയേഴ്സ് ആണ് അതാണ് സെലക്ഷൻ പറ്റ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ പോവാണെങ്കിൽ ഇതേപോലെ ആളുകൾ പറഞ്ഞാലും അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഓർമ്മ പൈതലേ നല്ല വിറ്റായിരിക്കും. അപ്പൊ ഓക്കെ ഗായ്സ് അപ്പൊ വലിച്ചു നീട്ടണില്ല. അപ്പൊ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയാറുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂടുതലായിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ അപ്പൊ വേറൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.